5500 കോടിയിൽ പരം രൂപ മിച്ചം വച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്, അതുകൊണ്ട് പൂച്ച പെറ്റ് കിടക്കുന്നില്ല എന്ന് VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഖജനാവിൽ പൂച്ച കെട്ടി കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു പൂച്ചയും പെറ്റ് കിടക്കുന്നില്ല എന്ന് കൃത്യമായി അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി ബാലഗോപാലും പറയുകയും അവസാനം വിവരാവകാശം വഴി 5500 കോടി രൂപ ഉണ്ട് എന്ന് ബാലൻസ് വെച്ചിട്ടാണ് ഗവൺമെൻറ് പോയതെന്ന് പറയുന്നു. എന്നാൽ ബാലഗോപാലനെ എണ്ണ തേപ്പിച്ചിട്ട് കുളിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ചില തരികിടതവും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കേരള സമൂഹം ശ്രദ്ധിക്കാതെ പോയ ഒരു തരികിടതവും എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഒരു ഗുലാബ് ജാം അവിടെ ധനവകുപ്പിൽ നടന്നു. അതായത് ചരിത്രത്തിലാദ്യമായി എന്ന് പറഞ്ഞാൽ അതും ഇടതുപക്ഷ പാർട്ടികൾ തന്നെ ചെയ്തു എന്നുള്ളതാണ് വളരെ തമാശ. ജനകീയാസൂത്രണത്തിന് വേണ്ടിയും അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയും വലിയ വായിൽ വായ്ത്താരിയിടുന്ന വലിയ തള്ളിമറിക്കലുകൾ നടക്കുന്ന ഇടതുപക്ഷം തന്നെ കഴിഞ്ഞ 20 വർഷത്തെ അതായത് ഇപ്പോൾ മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിലെ മൂന്നാമത്തെ ഗഡു, അതായത് 3 ഗഡുവായിട്ടാണ് വികസന ഫണ്ട് കൊടുക്കുന്നത്. മൂന്നാമത്തെ ഗഡു കൊടുത്തില്ല, ചരിത്രത്തിലാദ്യമായിട്ടാണ്. അങ്ങനെ മൂന്നാമത്തെ ഗഡു കൊടുക്കാതിരുന്നപ്പോൾ അങ്ങനെ ഒരു 3600 കോടി രൂപ ലാഭിച്ചു. അങ്ങനെ 3600 കോടി രൂപ ഖജനാവിലേക്ക് 3600 കോടി രൂപ കൊടുക്കാതെ ലാഭിച്ചു. കൊടുക്കാൻ വേണ്ടി ഉത്തരവ് ഇറങ്ങുന്ന നിമിഷങ്ങൾക്ക് മുമ്പാണ് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനിക്കാനുള്ള കാരണം ധനവകുപ്പിൽ നിന്ന് 3600 കോടി രൂപ മൂന്നാമത്തെ ഗഡുവായി കൊടുക്കാൻ തീരുമാനിച്ച് ഉത്തരവിറങ്ങുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം ധനവകുപ്പിൽ പോയി 2 ഗഡു ക്ഷേമ പെൻഷൻ 4000 രൂപ അടിയന്തരമായി കൊടുക്കണം, കാരണം അത് ഇലക്ഷനുമായി വോട്ടുമായി ബന്ധിപ്പിച്ചതാണ്. അങ്ങനെ 4000 കോടി രൂപ അടിയന്തരമായി ഇലക്ഷനുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ ഒരു വോട്ട് ക്യാമ്പയിൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മാസമായി മുടങ്ങിക്കിടന്നതിൽ 2 മാസത്തത് കൃത്യമായി ആളുകളുടെ പോക്കറ്റിലേക്ക് ചെല്ലാൻ വേണ്ടി 4000 കോടിയോളം രൂപ മാറേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് അങ്ങോട്ട് മാറി. അപ്പോൾ ഈ 3600 കോടി രൂപ അവിടെ മുങ്ങി. അങ്ങനെ പഞ്ചായത്തുകൾക്ക് പൈസ കൊടുത്തില്ല. അങ്ങനെ എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പൈസ വീണ്ടും ഖജനാവ് ഈ ടാക്സും അതും ഇതൊക്കെ വരുന്നതാണല്ലോ ഖജനാവിൻ്റെ പൈസ. വീണ്ടും ഖജനാവ് കുറച്ച് പൈസ വന്നപ്പോൾ അപ്പോഴും ഈ 3600 കോടി രൂപ കൊടുക്കുന്നത് ഉഴപ്പി. അങ്ങനെ ഉഴപ്പ് നിന്നപ്പോഴാണ് പൂച്ച പെറ്റ കഥയെല്ലാം പ്രതിപക്ഷ നേതാവ് ആരോപണമായി കൊണ്ടുവരുന്നത്. അങ്ങനെ ആരോപണം കൊണ്ടുവന്നപ്പോൾ എന്നാൽ പിന്നെ പഞ്ചായത്തിന് ഈ പൈസ കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുകയും അതുപോലെ തന്നെ ആനുവൽ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ് പഞ്ചായത്തുകൾക്ക് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾക്ക് ആനുവൽ മെയിൻ്റനൻസ് പരിപാടിയുണ്ട്. അതിന് ജില്ലാ പഞ്ചായത്തിനൊന്നും അറിയത്തില്ല, പഞ്ചായത്തുകൾക്കാണ് കൊടുക്കുന്നത്. അത് 10 തവണയായിട്ടാണ് ഒരു വർഷത്തിൽ കൊടുക്കുന്നത്. അതും കൊടുത്തില്ല. 2 തവണ, അതിപ്പോൾ ഇന്നലെ എന്തോ ഒരു തവണത്തെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ 2 തവണത്തത് അതും മുടക്കി. അപ്പോൾ ആനുവൽ മെയിൻ്റനൻസ് ഗ്രാൻറ്റും മുടക്കി, സ്പെഷ്യൽ പർപ്പസ് ഗ്രാൻറ്റും മുടക്കി. അതെല്ലാം പണ്ട് മുടങ്ങിയിട്ടുണ്ട്, സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മുടങ്ങിയിട്ടുണ്ട്. പക്ഷേ 3 ഗഡു കൊടുക്കുന്നത് 3 ഗഡുക്കൾ കൊടുക്കുന്നത് ഇതുവരെ മുടങ്ങിയിട്ടില്ല. അങ്ങനെ 3 ഗഡു കൊടുക്കാനുണ്ടായിരുന്ന 3600 കോടിയും ആനുവൽ മെയിൻ്റനൻസ് പർപ്പസിന് കൊടുക്കാനുണ്ടായിരുന്ന 300 കോടിയും പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ പർപ്പസ് ഗ്രാൻറ്റും എന്നൊക്കെ പറയുന്നത് എല്ലാം കൂടി ഒരു 4500 കോടി രൂപയാണ് ഈ ഖജനാവിൽ 5500 എന്ന് പറഞ്ഞ് ബാലൻസ് വെച്ചത്. അപ്പോൾ നാട്ടുകാർക്ക് കൊടുക്കാനുള്ള, വികസന പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാനുള്ള, മാൻഡേറ്ററി ആയിട്ട് കൊടുക്കാനുള്ള, ഭരണഘടനാപരമായി കൊടുക്കാനുള്ള തുക കൊടുക്കാതെയാണ് ഗവൺമെൻറ് ഇത് ചെയ്തത്. കഴിഞ്ഞ ഗവൺമെൻറ് അത് ധവളപത്രത്തിൽ ഇതൊക്കെ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പൊളിറ്റിക്കൽ ഡയറക്ഷൻ അനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് പണം കൊടുക്കാൻ തന്നെയാണ് ഫയൽ നീങ്ങിയത്. ആ ഫയലിൻ്റെ ഫൈനൽ ഓർഡർ ആവുന്നതിന് മുമ്പാണ് ഈ പെൻഷൻ കയറി വന്നു. പെൻഷൻ കൊടുത്തു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് പണം പഞ്ചായത്തിൽ കൊടുക്കാം എന്നൊരു സ്ഥിതി വന്നപ്പോഴാണ് ഇലക്ഷൻ്റെ പ്രഖ്യാപനവും ഈ പൂച്ച പറ്റ് കിടക്കുന്ന കഥയൊക്കെ വന്നപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും അറ്റൻഷൻ പൊളിറ്റിക്കലായിട്ട് വന്നു. പരമാവധി തുക ഇനിയിപ്പോൾ ആർക്കും ഒന്നും കൊടുക്കണ്ട, പരമാവധി തുക ബഡ്ജറ്റ് ഖജനാവിൽ കിടക്കട്ടെ, അപ്പോൾ ഈ പൂച്ച പറ്റ കഥയ്ക്ക് നമുക്കൊരു ബദൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് പണം കൊടുക്കൽ നിർത്തി, DA കൊടുക്കൽ നിർത്തി. 8 DA കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ DAയും പോലും കൊടുത്തില്ല. അപ്പോൾ DA കൊടുക്കൽ നിർത്തി, മറ്റ് പല ആനുകൂല്യങ്ങളും നിർത്തി, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്കുള്ള 3 ഗഡു നിർത്തി, അങ്ങനെ പല ആനുവൽ മെയിൻ്റനൻസ് പൈസ കൊടുക്കൽ നിർത്തി. അങ്ങനെ പലതും കൊടുക്കേണ്ട പലതും
മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ട സാധനങ്ങൾ പോലും കൊടുക്കാതെയാണ് ഈ പണി ചെയ്തത്. അപ്പോൾ എന്തായാലും വളരെ രസകരമാണ് ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ ഗുസ്തി. അതിൽ പൊളിറ്റിക്കൽ ഗുസ്തിയാണ് പ്രധാനം. ബ്യൂറോക്രസിക്കൊന്നും ചെയ്യാനില്ല. അവർ അവിടെ ഇരിക്കുന്ന മുകളിൽ നിന്ന് പറയുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ധവളപത്രത്തിൽ ഇത് കൂടി വരുമോ? ഈ പറയുന്ന കാര്യങ്ങൾ കൂടി പങ്കെടുക്കുക. എങ്ങനെ 5500 കോടി ബാലൻസ് വെച്ചു? അത് മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ടുന്ന, നിർബന്ധം കൊടുക്കേണ്ടുന്ന, ചരിത്രത്തിൽ ഇതുവരെ കൊടുക്കാതിരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കാത്ത പഞ്ചായത്തിൽ കൊടുക്കേണ്ട പണം കൂടി എടുത്ത് ആ കണക്കൊപ്പിച്ചാണ് ഈ 5500 കോടിയിലേക്ക് പോയത് എന്നുള്ളതും വളരെ രസകരമായ കൗതുകമുള്ള ഒരു കണക്കാണ്. ആ കണക്ക് പുറത്ത് വരട്ടെ. എന്തായാലും സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള പരിപാടികൾ കൂടി, അതായത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു കമ്പനിയാണ്. ഒരു സർക്കസാണ്. അവിടെ നിന്നെടുത്ത് ഇവിടെ കൊടുക്കുക, ഇവിടെ നിന്നെടുത്ത് അങ്ങോട്ട് കൊടുക്കുക, അങ്ങോട്ട് നിന്നെടുത്ത് ഇങ്ങോട്ട് കൊടുക്കുക, ആ പാത്രത്തിൽ നിന്ന് ഈ പാത്രത്തിൽ എടുത്തിടുക, ഇങ്ങനെയൊക്കെ ചെയ്തു വരുന്ന ഒരു സർക്കസ് മാത്രമാണ്. അല്ലാതെ ഖജനാവിൽ ഈ പറയുന്ന 3600 കോടി, 4000 കോടിക്ക് അപ്പുറമുണ്ട്. അതും കൊടുത്തിരുന്നെങ്കിൽ, ഈ DAയും കുറച്ച് കൊടുത്തിരുന്നെങ്കിൽ വട്ടപൂജ്യമായിട്ടുള്ള ഒരു ഓട്ടപാത്രമാക്കി, അല്ലെങ്കിൽ ഒരു വാട്ടർലൂ ആയിട്ടുള്ള ഖജനാവുമായിട്ട് പുതിയ ഗവൺമെൻറ്റിന് വരേണ്ടി വന്നേനെ. പക്ഷേ ഇതിപ്പോൾ സാങ്കേതികമായി വിവരാവകാശ രേഖ കൊടുക്കുമ്പോൾ 5500 കോടി ഉണ്ടെന്ന് പറയുമ്പോഴും ഞാൻ ഈ പറഞ്ഞ 4000 കോടിയിൽ പരം രൂപ പഞ്ചായത്തുകൾ കൊടുക്കേണ്ട പൈസ, അവർക്ക് മാർച്ച് മാസത്തിനായി മാറേണ്ട ബില്ലുകൾ, കൊടുക്കേണ്ട പണം, ഇതെല്ലാം ഇല്ലാതെയാണ് ഇങ്ങനെ പോയിരിക്കുന്നത്.